ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നടന്ന ബീറ്റ് ഫോറസ്റ്റിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. പ്രൊഫഷണൽ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ്. അപ്പോ ആദ്യ ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധ മുറകൾ നടത്തിയത് താന്തിയ തോപ്പിയാണ്. നാനാ സാഹിബിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു താന്തിയ തോപ്പി. അപ്പൊ താന്തിയ തോപ്പി ഗ്വാളിയോറില്, അതുപോലെ തന്നെ ഗോളിയോറില് ഝാൻസി റാണിയുടെ ഒപ്പവും പ്രവർത്തിച്ചിരുന്നു താന്തിയ തോപ്പി. കൻവർ സിംഗ് ബീഹാർ ആരയിലാണ് പ്രവർത്തിച്ചത്? നാനാ സാഹിബ് താന്തിയ തോപ്പി കാൺപൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി ബഹദൂർ ഷാ രണ്ടാമൻ ഈ സമയത്തെ മുഗൾ രാജാവായിരുന്നു. ഇദ്ദേഹം ഡൽഹി കേന്ദ്രമാക്കിയാണ് സമരം നയിച്ചത്. പുരാതന കാലത്ത് കേരളവുമായി യമനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം പട്ടണമാണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രയാണ്. 1953 പോത്തി ശ്രീരാമലുവിന്റെ നിരാഹാര സത്യാഗ്രഹത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടതിനെ തുടർന്നാണ് പെട്ടെന്ന് രൂപം കൊള്ളുന്നത്. 1986 നവംബർ 1 ആന്ധ്രാപ്രദേശ് രൂപപ്പെട്ടത്. അപ്പൊ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റായി പോകും. ആന്ധ്രയാണ് ശരി. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ജനീവയാണ്, WHO. ഗാന്ധി നയിച്ച സമരങ്ങൾ കറക്റ്റ് ഓർഡറിൽ എഴുതുക. ചമ്പാരൻ 2017 ബീഹാറിലാണ് നടന്നത്. നീലം കർഷകർക്ക് വേണ്ടി നടന്നതാണ്. തിങ്കതിയ സമുദായക്കാർക്ക് വേണ്ടി നടന്നതാണ് ചമ്പാരൻ. ഇനി ചമ്പാരൻ പറയുമ്പോൾ തന്നെ ഉത്തരം വന്നു കഴിഞ്ഞു. രണ്ടാമത് ഗുജറാത്തിൽ ഖേദ സത്യാഗ്രഹം 2018 കർഷകർക്ക് വേണ്ടി നടന്നതാണ്. ഇനി നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഇത് 1920കളിലാണ് നടന്നത്. ഇനി നിസ്സഹരണ പ്രസ്ഥാനം 21 തുടങ്ങി 22 ആയപ്പോൾ ചൗരി ചൗര പ്രക്ഷോഭം കാരണം അത് പിൻവലിച്ചു. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി തന്നെ പറഞ്ഞു, തന്റെ ഹിമാലയൻ ബ്ലണ്ടർ ആണ് നിസ്സഹരണ പ്രസ്ഥാനം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് ഉപ്പ് സത്യാഗ്രഹം. ഉപ്പ് ഇദ്ദേഹം സമരായുധമായി തെരഞ്ഞെടുത്തു. ഉപ്പ് സത്യാഗ്രഹം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് 1930 2023 150 ജന്മവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഭൂവൽക്കത്തെ കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. 40 കിലോമീറ്റർ ആണ് തിക്നെസ്. സമുദ്ര ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അപ്പൊ സമുദ്ര തടത്തിന് കനം കുറവാണ്. ഭൂവൽക്കം രണ്ടെണ്ണം, വൻകര ഭൂവൽക്കവും എന്താണ് സമുദ്രതട ഭൂവൽക്കം അല്ലെങ്കിൽ കടൽത്തറ ഭൂവൽക്കം എന്നും പറയുന്നു. ഈ സമുദ്ര എന്ന് പറയുമ്പോൾ സിലിക്കൺ മഗ്നീഷ്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. സിലിക്കൺ മഗ്നീഷ്യമാണ്, സിമ എന്ന് വിളിക്കുന്നു. വൻകര ഭൂവൽക്കത്തിനെ സിയാൽ എന്ന് വിളിക്കുന്നു. സിലിക്കൺ അലൂമിനിയമാണ് ഇവിടെയുള്ള കണ്ടന്റ്. അപ്പൊ ഭൂവൽക്കമാണ് ഏറ്റവും പുറമേയുള്ള ഭാഗം. അത് കഴിഞ്ഞാൽ കാണുന്നതാണ് മാന്റില്. ഏറ്റവും ഉള്ളിൽ കാണുന്ന ഭാഗമാണ് കാമ്പ്, അകക്കാമ്പ്, പുറക്കാമ്പ്. ഇനി തിരമാലകൾ എന്നാൽ എന്താണ്? ജലത്തിന്റെ ചലനം. സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ പ്രവാഹം, ചന്ദ്രന്റെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനം. നമ്മുടെ ഉത്തരം ജലത്തിന്റെ ചലനമാണ്. ചന്ദ്രൻ, സൂര്യൻ, ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്ര ജലത്തിൽ ഉണ്ടാകുന്ന ചലനമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമുദ്രങ്ങളെ കുറിച്ചുള്ള തെറ്റായ സൂചനകൾ കണ്ടെത്തുക. ഇത് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. ശരിയാണ്. പശ്ചിമഘട്ടത്തിലാണെങ്കിൽ ഇത് ലഗൂണുകൾ, കായലുകളാണ് സൃഷ്ടിക്കുന്നത്. മറ്റേത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പൂർവ്വതീരങ്ങളിൽ ഡെൽറ്റകളാണ്. നമ്മുടെ കൊൽക്കത്തയൊക്കെ എന്താണ്, പൂർവ്വഘട്ടമാണ്. അവിടെയാണ് ഏറ്റവും വലിയ, പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും വലിയ ഡെൽറ്റ, സുന്ദർബൻ ഡെൽറ്റ ഉള്ളത്. താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണമാണ് പശ്ചിമതീര സമതലങ്ങൾ. വിസ്തൃതി കുറവാണ്, താഴ്ന്നു പോയതാണ്, അറബിക്കടലിന് സമാന്തരമാണ്. പശ്ചിമതീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. തെറ്റാണ്. കിഴക്കന് വീതി കൂടുതൽ, പശ്ചിമത്തിന് വീതി കുറവ്. അപ്പോ നമ്മൾക്കൊരു കോഡുണ്ട്, MGGK കേട്ടു. 1600 കിലോമീറ്റർ നീളമുള്ള പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിൽ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ MG, മഹാത്മാഗാന്ധിയുടെ GK കേട്ടു പഠിച്ചു. മഹാരാഷ്ട്ര, ഗാന്ധിജി ജനിച്ച ഗുജറാത്ത്, ഗോവ, പിന്നെ കർണാടക, കേരളം, തമിഴ്നാട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഇത് 1, 2, 4 ശരിയാണ്. എൽ നിനോ മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണം ആകുന്നില്ല.
ഇന്ത്യയിൽ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് 1ഉം 2ഉം. പുക താഴ്വര, മണികരൺ. ഇന്ത്യയിലെ പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രം മണികരൺ, ഹിമാചൽ പ്രദേശ്. പുക താഴ്വര. ഇനി ദിഗ്ബോയി എന്ന് പറയുന്ന ആസാമിലാണ് അല്ലെ, അത് എണ്ണ ശുദ്ധീകരണശാലയാണ്. ഇനി 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? നമ്മുടെ ഉത്തരം മിഷോങ് എന്ന ചുഴലിക്കാറ്റാണ്. ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറം പണിക്കരാർ. പുറം പണിക്കരാറാണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്ന്. GST 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന എന്താ? ഹരിത വിപ്ലവം, MS സ്വാമിനാഥനെ ഓർക്കുക. ഇവിടെ പറഞ്ഞതെല്ലാം ശരിയാണ്. ചെറുകിട കർഷകർ, വൻകിട കർഷകർ അന്തരം വർദ്ധിച്ചു. അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു. ഹരിത വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടം 1970 പകുതി മുതൽ 1980 പകുതി വരെയാണ്. എല്ലാം ശരിയാ. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ന്യൂ എക്കണോമിക് പോളിസി 1991 യോജിക്കാത്ത പ്രസ്താവന എന്താണ്? ഘടനാപരമായ പരിഷ്കരണങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് എന്നുള്ളതാണ് യോജിക്കാത്തത്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം കൊണ്ടുവന്നത് നരസിംഹറാവു ഗവൺമെന്റാണ്. ഇതിൽ നയങ്ങളെ രണ്ടായി തിരിക്കുന്നു. സുസ്ഥിരമാക്കൽ നടപടിയുണ്ട്, ഘടനാപരമായ പരിഷ്കരണങ്ങളുണ്ട്. സുസ്ഥിരമാക്കൽ എന്ന് പറയുമ്പോൾ അടവശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, കമ്മി പരിഹരിക്കുക, പണപ്പെരുപ്പം നിയന്ത്രിക്കുക, ഈ നടപടികളാണ്. ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, ഇതാണ് ലക്ഷ്യങ്ങൾ. അപ്പൊ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ രണ്ടായി തിരിക്കുന്നു. സുസ്ഥിരമാക്കലുണ്ട്, ഘടനാപരമായ പരിഷ്കാരങ്ങളുണ്ട്. സുസ്ഥിരമാക്കൽ എന്ന് വെച്ചാൽ എന്താണ്? ഇത് കമ്മി പരിഹരിക്കൽ, പണപ്പെരുപ്പം നിയന്ത്രിക്കലാണ്. ഘടനാപരം എന്ന് വെച്ചാലോ കാര്യക്ഷമത, അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, ഇതാണ്. നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ്? 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമയത്താണ് നിലവിൽ വന്നത്. നീതി ആയോഗിന്റെ ആ ഒരു ടീം, നീതി ആയോഗിന്റെ ടീമുണ്ട് അല്ലെ, അപ്പൊ ടീം ഇന്ത്യ എന്നാണ് അവരുടെ ആ യോഗത്തേക്ക് വിളിച്ചത്. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. നയരൂപീകരണം, പദ്ധതികളുടെ ചട്ടക്കൂട് രൂപപ്പെടുത്തുന്നു, സഹകരണ ഫെഡറലിസം ഉണ്ട്, നിരീക്ഷണം, വിലയിരുത്തലുണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 28, 2014. താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവന എന്താണ്? നമ്മുടെ ഉത്തരം 1ഉം 2ഉം ശരിയാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്, തെറ്റായതാണ് അല്ലെ. അയർലൻഡിൽ നിന്ന് കടമെടുത്തതാണ്, ആദ്യം നിലവിൽ വന്നത് സ്പെയിനിലാണ്. അപ്പൊ ബ്രിട്ടീഷ് തെറ്റല്ലേ? ഓക്കെ. കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഇതും പറഞ്ഞിട്ട് കോടതിയിലോട്ട് പോകാൻ പറ്റത്തില്ല. മൗലികാവകാശത്തിനെ കോടതിയിൽ പറ്റും. അപ്പൊ വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു, ശരിയാണ്. 40 എന്ന ആർട്ടിക്കിൾ. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു, രണ്ടും ശരിയാണ്. സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അനുച്ഛേദം ആണ് അനുച്ഛേദം 248. അപ്പൊ സമവർത്തി ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന് അധികാരം ഉണ്ട്. ഇതാണ് സമവർത്തി. ഈ ഒരു ആർട്ടിക്കിളാണ് 248. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് കണ്ടെത്തുക. നമ്മളുടെ ഉത്തരം ബി ആണ്. 1ഉം 2ഉം ശരി. സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെ കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാൻ ഉപദേശിക്കുവാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 293 ആണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നു. ശരിയായിട്ടുള്ളത് നമ്മൾ രണ്ടും കണ്ടു. ദേശീയ പട്ടികജാതി എന്നത് ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, 4 അംഗങ്ങൾ. ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നു? ട്രേഡ് യൂണിയൻസ് എന്ന് പറയുമ്പോൾ ഏത് ലിസ്റ്റാണ്? കൺകറന്റ് ലിസ്റ്റ് ആണ് ട്രേഡ് യൂണിയൻ. വൈദ്യുതി കൺകറന്റ് ലിസ്റ്റ്, സാമ്പത്തികാശ്രമം, ജനകീയ ആസൂത്രണം, കോടതികളുമായി ബന്ധപ്പെട്ടത്, പക്ഷിമൃഗാതി സംരക്ഷണം, വന്യമൃഗ സംരക്ഷണം, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പുവരുത്തൽ കൺകറന്റ് ലിസ്റ്റ് ആണ്. യൂണിയൻ ലിസ്റ്റ് ആണ് സെൻസസ്, ലോട്ടറി, ബാങ്ക്, ഇൻഷുറൻസ് തുടങ്ങിയവ. സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് മദ്യം, ജയില്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ചൂതുകളി തുടങ്ങിയവ. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
നമ്മുടെ ഉത്തരം നമുക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് ചോദിച്ചു വെച്ചേക്കുന്നത് അല്ലെ. അപ്പോ എല്ലാ ഭേദഗതികളും നിങ്ങൾക്ക് അറിയാം. നമ്മളുടെ ഉത്തരം വരുന്നത് 3ഉം 4ഉം മാത്രമാണ് ശരി. അതായത് 73 പഞ്ചായത്ത് രാജാണ്, 74 നഗരപാലിക ബില്ലാണ്. രണ്ടും ശരിയാണ്. 52 മൗലിക കടമകളാണോ? അല്ല. മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. കടമകൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. 44ാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. തെറ്റാണ്. അല്ലെങ്കിൽ 44 എന്ന് പറയുമ്പോൾ സ്വത്തവകാശത്തെ നീക്കം ചെയ്തതാണ്. ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് 42ാം ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. 1976 താഴെ പറയുന്നവയിൽ ഇതൊക്കെ എൻജോഡി പോലുള്ള GK ആയതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറയുന്നത് കേട്ടോ. അല്ലാണ്ടുള്ള നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാത്തതൊക്കെ വരുമ്പോൾ ഞാൻ സ്ലോയില് പറയാം. മറ്റേതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ചുമ്മാ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഓർക്കാൻ വേണ്ടിയിട്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? എയും ബിയും ശരിയാണ്. അപ്പോ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഇപ്പൊ എപ്പോഴും ചോദിക്കുന്നുണ്ട് നിർമ്മാണ സമിതി അല്ലെ. 1946 ഡിസംബർ 6 ഇത് രൂപീകരിച്ചത്. ഡിസംബർ 9 ആദ്യ മീറ്റിംഗ് നടന്നു. ശരിയാണ്. ആദ്യ സമ്മേളനത്തിൽ 207 പേർ പങ്കെടുത്തു. എത്ര വനിതകൾ പങ്കെടുത്തു? 9 വനിതകളാണ് പങ്കെടുത്തത് അല്ലെ. അപ്പോ ഈ ഭരണഘടന നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് 3 വനിതകൾ 15 വനിതകൾ ഒക്കെ ഉണ്ട്. നമുക്ക് 15 17 അങ്ങനെ കണക്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് തോന്നുന്നു 17 വനിതകളായിരിക്കും. പിന്നീട് അത് 15ആയി മാറി. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 3 വനിതകളായിരുന്നു മലയാളികൾ. ആരൊക്കെയായിരുന്നു മലയാളികൾ? അമ്മു സ്വാമിനാഥൻ, പിന്നെയോ ദാക്ഷായണി വേലായുധൻ, ആനി. ഇവര് 3 പേരാണ് നമ്മൾ പഠിച്ച മലയാളികൾ. അപ്പൊ ആനിയുണ്ട്, അമ്മു സ്വാമിനാഥൻ ഉണ്ട്, ദാക്ഷായണി വേലായുധനുണ്ട്. ഇനി 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത്. 1946 ഡിസംബർ 11. അപ്പൊ ഇതിനകത്ത് എന്താണ് ഉത്തരം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 24 എയും ബിയുമാണ് ശരിയായിട്ടുള്ളത്. എയും ബിയും. ഇനി താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബിബിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 2ഉം 3ഉം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ മലയാളി വനിതയാണ്. കേരള ഹൈക്കോടതി ആദ്യ മുസ്ലിം വനിതാ ജഡ്ജാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജായിട്ടുണ്ട്. ഇതൊക്കെയാണ് ശരിയായിട്ടുള്ളത്. അപ്പോ നമുക്ക് ചോദിച്ചത് ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഉത്തരം നോക്കുക. ഏതാണ്? 25 ബി ആണ്. 2ഉം 3ഉമാണ് ശരി. അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം 19 റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ്? അനുച്ഛേദം 19 നമുക്ക് റദ്ദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 358 ആണ്. ഈ 19 തന്നെ 20, 21 റദ്ദ് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം റദ്ദ് ചെയ്യാം. മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ പറ്റാത്ത 20, 21 ആണ്. അപ്പൊ 26ന്റെ ഉത്തരം ബി. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? നമ്മുടെ ഉത്തരം മനോജ് സോണി, ഡോക്ടർ മനോജ് സോണി. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെ? ഉത്തരം പഞ്ചായത്ത് രാജ് സംവിധാനം 3/1 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കാണ്. പഞ്ചായത്ത് രാജ് ഭരണഘടന 11ാം ഷെഡ്യൂളാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. ഇത്രയും ശരിയാണ്. അപ്പോ നമ്മളത് തെറ്റ് ചോദിച്ചു. തെറ്റെന്താണ്? ഡി ആണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. എല്ലാ 2-3 പേരെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ. ഗ്രാമപഞ്ചായത്ത് വാർഡും അധ്യക്ഷൻ തിരിച്ചും മറിച്ചു ആയിപ്പോയി. വാർഡ് മെമ്പറും പ്രസിഡന്റ് തിരിച്ചും മറിഞ്ഞു പോയി. അതാണ് പ്രശ്നമായത്. ബാക്കിയെല്ലാം ശരിയാണ്. കേരളത്തില് പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19. കേരളത്തിലെ പഞ്ചായത്ത് രാജ് ദിനം. ഇനി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? നമ്മളുടെ ഉത്തരം 2008 ആണ്. 28ാം നമ്പർ ആക്ട്. 2008 28ാം നമ്പർ ആക്ട്. കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ഹൈക്കോടതിക്കാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാസവസ്തുവിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ഡോപ്പമിന്റെ കുറവ് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്. മറ്റൊരു ചോദ്യം, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം നേത്രാവരണം, കോർണിയ വറ്റ് വരണ്ട് കോർണിയ അധാര്യമാകുന്ന പ്രോസസ്സാണ് സിറോഫ്താൽമിയ.
വൈറ്റമിൻ എയുടെ കുറവാണ് നിശാന്തതയും സിറോഫ്താൽമിയും. വറ്റിവരളൽ സിറോഫ്താൽമിയം. മറ്റേത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, രാത്രി കണ്ണ് കാണാത്തതയാണ്. തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ? പ്രൊലാക്റ്റിൻ എന്ന് പറയുമ്പോൾ മുലപ്പാൽ ഉൽപാദനമാണ് അല്ലെ, അത് ശരിയാണ്. സൊമാറ്റോട്രോപിൻ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതാണ്, ശരിയാണ്. വാസോപ്രസിൻ വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്, വെള്ളത്തിന്റെയാണ് വാസോപ്രസിൻ. ഗൊണാഡോട്രോപിക് ഹോർമോൺ ഇതാണ് എന്താണ് പുരുഷന്മാരുടെ ഇതുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇത് തിരിഞ്ഞു പോയി. വാസോപ്രസിൻ വ്യക്തിയിൽ ജലത്തിന്റെ പുനരാകിരണവും ഗൊണാട്രോപിക് ആണ് കൃഷ്ണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നത്. 3ഉം 4ഉം തെറ്റ്. RNAയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തൈമിനാണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരാണ്? വൈദ്യമാണ് അല്ലെ. വൈദ്യത്തിന് അർഹരായത് ആരൊക്കെ? നമ്മളുടെ ഉത്തരം ഡ്രൂ വെയ്സ്മാൻ. നമ്മൾ കരിക്ക് കുടിച്ചതും വയസ്സായിട്ടുള്ള ആളെയുമാണ് ഓർക്കുന്നത് അല്ലെ. അപ്പൊ കരിക്ക് കുടിച്ചതും വയസ്സായിട്ടുള്ള ആളെയും ഓർത്തു. അപ്പൊ നമ്മുടെ ഉത്തരം ഡ്രൂ വെയ്സ്മാൻ. കാറ്റടിച്ചോ കരിക്ക് വീണു, കാറ്റും കരിക്കുമായിട്ടുള്ള ഒരാൾ, 2 പേർക്കായിരുന്നു കിട്ടിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് തരംഗദൈർഘ്യം കൂടുതൽ റേഡിയോ തരംഗത്തിനാണ്. പ്രതലബലത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആണ്. പ്രതലബലം കാരണമാണ് ഈ ജലോപരിതലത്തിലൂടെ ഇൻസെക്റ്റുകൾക്ക് നടക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വെള്ളത്തില് ബ്ലേഡ് പൊങ്ങിക്കിടക്കുന്നത്. 20 ഗ്രാം ഭാരമുള്ള വസ്തുവിൽ ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. 100 ഗ്രാം ഭാരമുള്ള വസ്തുവിന്റെ പലായന പ്രവേഗം എത്രയായിരിക്കും? നമ്മളുടെ ഉത്തരം 11.2 km/s. ഭൂമിയുടെ പലായന പ്രവേഗം 1ആണ്, 11.2 km/s തന്നെയാണ്. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? നമ്മുടെ ഉത്തരം 2 atmospheric temperature, 2 atm ആണ് വരുന്നത്. G 9.8 പകരം 10 എന്നാണ് എടുത്തത്. അന്തരീക്ഷ മർദ്ദം 1 atm. 10 ക്യൂബ് ആണ് എന്തെടുത്തത്? സാന്ദ്രത എടുത്തത്. ഇനി മനുഷ്യരിലെ pH വാല്യൂ എത്രയാണ്? രക്തത്തിന്റെ pH വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ഉത്തരം വരുന്നത് 7.4. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? നിക്കല. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ബോയിൽ നിയമമാണ്. V പ്രൊപ്പോർഷണൽ ടു T ആയിരുന്നെങ്കിൽ ചാൾസ് നിയമം. ഈ ബലൂൺ ഒക്കെ പൊട്ടുന്നത് ചാൾസ് നിയമം. ഇനി പറയുന്നതിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഉത്തരം ഹീലിയത്തിനാണ്. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ചാക്യാർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഏതാണ്? ഫുട്ബോൾ. ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ആശയ ഗംഭീരൻ കുമാരനാശാന. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മതൻ ഭാഷതാൻ. ആരുടെ വാക്കുകളാണിത്? വള്ളത്തോളിന്റെ വാക്കുകളാണ്. ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ഏതാണ്? H9N2 ആണ് ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ്. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. നമുക്ക് നമ്മളുടെ ഉത്തരങ്ങൾ നോക്കി പോകാം. 10 ക്യൂബ്, 10⁵5. അപ്പൊ ഇത് തന്നെ 10 സ്ക്വയർ ആണ്. ഓക്കെ, 6, 11. ഇപ്പോ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നു. 10⁻x. എക്സിന്റെ വിലയാണ് ചോദിച്ചത്. ഓക്കെ, നമ്മുടെ ഉത്തരം 21. ഇവിടെ 10 സ്ക്വയർ ഇൻറ്റു 3 വരും, ക്യൂബ് വരും, അപ്പൊ 6. ഇവിടെ 10 ക്യൂബ് ഇൻറ്റു 5 വരും, അപ്പൊ 15. ഇത് രണ്ടും കൂടെ കൂട്ടും 6, 15, 6, 21. ഒരു സമാന്തര ശ്രേണി 15, 35, 35, 15. പൊതുവ്യത്യാസം A+14D 35, A+34D 15. അപ്പൊ അത് സോൾവ് ചെയ്യാമെങ്കിലും കിട്ടും, അല്ലാണ്ട് ഈസീസ് വേ ഉണ്ട്. നമ്മുടെ ഉത്തരം -1. എയുടെ 30%, ബിയുടെ 20% ആയ A+B B - A എന്താ? എയുടെ 30% എന്താകുന്നു? ബിയുടെ 20% ആകുന്നു. ഓക്കെ, ഇത് വെട്ടി, ഇത് വെട്ടി,
a/b എന്ന് പറയുമ്പോൾ ഉത്തരം എന്താണ് കിട്ടുന്നത്? 2/3 എന്നാണ് കിട്ടുന്നത്. a 2 ആണ്, b 3 ആണ്. a+b എന്ന് വെച്ചാൽ 2+3 5 ആണ്. b മൈനസ് a എന്ന് വെച്ചാൽ 3 - 2 1 ആണ്. 5:1 ആണ് നമ്മളുടെ ഉത്തരം. ഒരു കോഡ് ഭാഷയിൽ 52 ബോംബെ, ഡൽഹി എത്രയാണ്? ബിയുടെ വില 2. ഇപ്പൊ ABCD എന്ന രീതിയിൽ A1 B2 അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പൊ ചിലപ്പോൾ കൂട്ടുമ്പോൾ 52 കിട്ടും. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഡൽഹി കൂട്ടിയെടുക്കാം. ഉത്തരം 33. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ. മാസത്തെ നമ്മൾ 10/12 എന്നെടുക്കുക. I=PNR/100. 6000 × 6 × 10/12/1/100. ഇതെല്ലാം കൂടെ വെട്ടിക്കളയുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. മാസം കണ്ടാലും വർഷത്തിലേക്ക് മാറ്റിയിരിക്കണം. അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. 300 രൂപ. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ 391. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? × 60 നോക്കുക, × 6 നോക്കുക, 240. 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുന്നത്. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വിൽക്രമത്തിന്റെ 16 മടങ്ങാണ്. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വിൽക്രമം 1/x അതിന്റെ 16 മടങ്ങാണ് എണ്ണൽ സംഖ്യ. എന്നാൽ സംഖ്യ ഏത്? 100% എന്ന രീതിയിൽ നമുക്ക് എടുത്തുകൊണ്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഉത്തരം വരുന്നത് 4. ഓക്കെയാണ്. അപ്പൊ ഈ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 4 എന്ന് പറയുമ്പോൾ അതിന്റെ വിൽക്രമം എടുക്കുക. വിൽക്രമത്തിന്റെ 16 മടങ്ങ് വെട്ടിക്കളയുമ്പോൾ 4 തന്നെ കിട്ടുന്നുണ്ട്. ശരിയാണ്. ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 6⁻15ന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്രയാണ്? നമ്മുടെ ഉത്തരം വരുന്നത് 6. 6 × 6 36. ഒറ്റയുടെ സ്ഥാനത്തക്കം 6 വരുന്നുണ്ട്. ഇനി which of the following sentences contains a gerund? ing ഫോം ഉള്ളത്. enjoys playing soccer. That was dash disappoint, but we managed to get dash room across whole from it. It was say disappointment. അല്ലെ? അപ്പോൾ A കിട്ടുമ്പോൾ 2 എണ്ണമാണ് വരുന്നത്. നടുക്കത്ത് നമ്മൾ ഇനി D ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് the hall എന്ന് വരണം. The hall from it. ഉത്തരം 62 B. As soon as he came, he made sure that everything was all right. അപ്പൊ no sooner did he come. no sooner ശേഷം നമ്മൾ ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. did he come. ഇവിടെ കണ്ടോ, no sooner ശേഷം ഓക്സിലറി വെർബ് ഇല്ല. അപ്പൊ no sooner did he come than he made sure that everything was all right. If James dash enough money, he dash buy a new car. അപ്പൊ ഇതൊരു ഫ്യൂച്ചർ കാര്യമാണ് പറയുന്നത്. ഫ്യൂച്ചർ കാര്യം പറഞ്ഞുമ്പോഴെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. ജെയിംസ് ആയതുകൊണ്ട് ഹാസ്, വില്ല് ബൈ. അപ്പൊ ഉത്തരം നമ്മളുടെ ഉത്തരം വരുന്നത് ഹാഡ് വുഡ് ബൈ. ജെയിംസ് ഹാഡ് ഇനഫ് മണി, ഹി വുഡ് ബൈ എ ന്യൂ കാർ നെക്സ്റ്റ് ഇയർ. അപ്പൊ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാഡും വുഡുമാണ് എടുത്തേക്കുന്നത്. ഇഫ് ഇതിനകത്ത് ഇഫ് ആണ് വന്നേക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ ഇതൊരു ഹാഡ് പറയുമ്പോഴത്തേക്ക് ഇതൊരു പാസ്റ്റ് ഫോം ആണ്. അപ്പൊ അപ്പുറത്തെ ഉത്തരം പാസ്റ്റ് കൊടുത്തു. ഹാഡ് പ്ലസ് വേർബിന്റെ V3 ഉണ്ടായിരുന്നെങ്കിൽ വുഡ് ഹാവ് എടുത്തേനെ. ഇനി ഹി വാസ് ആബ്സെന്റ് ഡാഷ് ഹി വാസ് സിക്ക്. അപ്പോ ഇവൻ എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആയത്? കാരണമാണ് പറയുന്നത്. അതുകൊണ്ട് ബിക്കോസ് ഹി വാസ് സിക്ക്, രോഗമായതുകൊണ്ടാണ്. Choose the correct meaning of the foreign word and phrase. പക്ഷെ വേർഡ് തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഉത്തരമില്ല. അവര് ഓപ്ഷൻ സി എന്ന് കൊടുത്തിട്ടുണ്ട്. വേർഡ് ഇല്ല, അതുകൊണ്ട് എലിമിനേറ്റ്. Choose the correctly spelled word. നമ്മളുടെ ഉത്തരം discrepancy. His speech has taken the wind out of my sails. അപ്പോ ഉത്തരം വരുന്നത് made my words or actions ineffective. Let us come in എന്ന് വരുമ്പോൾ they requested me to let them come in. ഇനി the speech made by someone for the first time ഉള്ള സ്പീച്ചിന്റെ പറയുന്ന പേര് മെയ്ഡൻ സ്പീച്ച് എന്നാണ്. കുറച്ചൊരു സമയം കൊടുത്തിട്ട് സ്പീച്ച് ചെയ്യുകയാണെങ്കിൽ എക്സ്റ്റംപോർ എന്ന് പറയും. വളരെ പെട്ടെന്നാണെങ്കിൽ സ്പോണ്ടേനിയസ്. അങ്ങനെ 70 ചോദ്യങ്ങൾ. 71 ശരിയായ പദപ്രയോഗം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ 10 തെങ്ങ് അല്ലെ, 10 തെങ്ങ് 100 പുസ്തകം, 10 തെങ്ങുകൾ 100 പുസ്തകങ്ങൾ. ഓക്കെ. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 3ഉം ശരിയാണ്. 10 തേങ്ങ അല്ലെങ്കിൽ തേങ്ങകൾ എന്നൊന്നും പറയത്തില്ല. 10 തെങ്ങ് 100 പുസ്തകം ഇങ്ങനെ
ഈ രണ്ടാമത് വരുന്ന സാധനം ബഹുവചനമായി പറയാറില്ല. നേതാവ് നേത്രിയാണല്ലോ. മിന്നാമിനുങ്ങ് പര്യായ പദം എന്താണ്? മിന്നാമിനുങ്ങ് 3ഉം 4ഉമാണ്. തൈജ സഗീഡം ഖദ്യോതം. തൈജ സഗീഡം ഖദ്യോതം. ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫടൻ എന്ന് പറയുമ്പോൾ ഈ വഞ്ചകൻ എന്നുള്ളത് മാത്രം ശരിയാണ്. ധനം, ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം എന്താണ്? നമ്മളുടെ ഉത്തരം അർത്ഥം എന്ന് ഉപയോഗിക്കാം, വിത്തം എന്ന് ഉപയോഗിക്കാം. രണ്ടെണ്ണം ശരി. ശരിയായ വാക്കുകൾ കണ്ടെത്തുക. 2ഉം 4ഉം ശരിയാണ്. രക്ഷാകർത്താവും ഹാർദവുമാണ് ശരി. രക്ഷാകർത്താവാണ്, ഹാർദവം തെറ്റാണ്. ഫാഷൻ മൊങ്കർ എന്ന പദത്തിന് ഉചിതമായ തർജിമ എഴുതുക. നമ്മുടെ ഉത്തരം 1 മാത്രം ശരി. അഴകിയ രാവണൻ. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം എഴുതുക. 2 മാത്രം ശരി. കഥാസാരം. പിൽക്കാലം, കണ്ണീര് എന്നീ പദങ്ങൾ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? പിന്ന് പ്ലസ് കാലവും കണ്ണ് പ്ലസ് നീരുമാണ്. അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഇത് ഉള്ളിലെ വിരോധവും പുറമെ സ്നേഹവും എന്നാണ്. ഇനി താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം. GK, മഹാത്മാഗാന്ധിയുടെ GK കേട്ട് പഠിച്ചു. ഉത്തർപ്രദേശ് വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ കോഡ് നോക്കിയാൽ മതി, പെട്ടെന്ന് കിട്ടും. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? നമ്മുടെ ഉത്തരം ബോർഡിലോ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട്. ആൻസർ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. വിദേശ സസ്യം അല്ലാത്തത് ഏതാണ്? ആനിലി. ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന WWF ആണ്, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭോപ്പാൽ. മീൻ, ഫിഷ്, ഏറ്റവും വലിയ ജീവി ഏതാണ്? തിമിംഗല സ്രാവ്. താഴെ പറയുന്നതിൽ കടുവ സങ്കേതം ഇല്ലാത്തത് വയനാട്ടിലാണ്, ബാക്കി എല്ലായിടത്തും ഉണ്ട്. തേക്കടി, പറമ്പിക്കുളം. താഴെ പറയുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ചെങ്കുറിഞ്ഞിയാണ്. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം തട്ടേക്കാടാണ്. ഉത്തരം 1986 വന്നത്. ഇനി കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട് ചൂളന്നൂറാണ്. നമ്മുടെ KK നീലകണ്ഠന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെയാണ്. തട്ടേക്കാട് സലിം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. ഇനി കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏതാണ്? വന്യജീവി സങ്കേതങ്ങൾ ഇല്ല അങ്ങനത്തെ ഒരു ജില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം കാസർഗോഡ്. കാര്യം വടക്കേടത്തെ വന്യജീവി സങ്കേതം കണ്ണൂരിലാണ്, 6. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഉത്തരം ചെന്നൈ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇടുക്കിയിൽ വരയാട് സംരക്ഷണ കേന്ദ്രമുണ്ട്, മൂന്നാറിലുണ്ട്. അപ്പോ എവിടെയാണ് ശരി? തിരുവനന്തപുരത്ത് ഉണ്ട് എന്നുള്ളത് ഒരു ശരിയാണ്. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ഉത്തരം മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP എന്ന് പറയുന്നത്? തടിയിതര വനോൽപ്പന്നങ്ങൾ. പ്രോജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം എന്നാണ്? 1992. ടൈഗർ 72. അപ്പോ IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ്. നമ്മുടെ ഉത്തരം സെക്ഷൻ 65. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയോ ചേർക്കുകയോ പാസ്വേഡ് മാറ്റുകയോ ചെയ്തു. അപ്പോൾ പ്രതി ഏത് രീതിയിലാണ് കുറ്റം ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 66. അപ്പൊ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ.